ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു ക്യാപ്സ്യൂൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്താണ് ബോയിൽസ് ലോയിൽ പറയുന്നത് വെച്ചാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇറ്റ്സ് പ്രഷർ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഉണ്ട്. കണ്ടെയ്നർ നമ്മൾ ഗ്യാസ് എടുത്തിരിക്കുന്നു, നമ്മളൊരു പിസ്റ്റൺ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷറിന്റെ അളവ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇങ്ങോട്ടേക്ക് ഇൻവേർഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കും പ്രഷർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ പിസ്റ്റൺ മുമ്പോട്ടേക്ക് വരും, വോളിയം കുറയും. അതായത് നമുക്ക് മനസ്സിലായി, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. അതായത് വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയാൽ വോളിയം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/p എന്ന് എഴുതാനായിട്ട് പറ്റും. പി ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുപോയാൽ അത് ന്യൂമറേറ്ററിൽ വരും. ദറ്റ് ഈസ് പി ഇൻറ്റു വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഡൺ. ദാറ്റ് മീൻസ് അങ്ങനെയാണെങ്കിൽ P1 പ്രഷറിൽ വോളിയം V1 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? P1 ഇൻറ്റു V1 ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. P2 പ്രഷറിൽ വോളിയം എന്ന് പറയുന്നത് V2 ആണെങ്കിൽ P2 V2 വിൽ ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? P1 V1 ഈക്വൽ ടു P2 V2 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മൾ ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ ഈ ലോ ആണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയം ഓഫ് ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ചോദ്യം നോക്കാം. രണ്ട് സിലിണ്ടറുകൾ തന്നിട്ടുണ്ട്. സിലിണ്ടർ നമ്പർ എ ആൻഡ് ബി. രണ്ടിനകത്തുമുള്ള പാർട്ടിക്കിളുകളുടെ എണ്ണം സെയിം ആണ്. എ ആൻഡ് ബി റെപ്രസെന്റ് ടു ഗ്യാസ് സിലിണ്ടേഴ്സ്. The gas in the cylinder A is completely transferred to cylinder B. അതായത് സിലിണ്ടർ എയിലുള്ള ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് സിലിണ്ടർ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, കീപ്പിംഗ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട്. സോ കമ്പയർ ദ ഗ്യാസ് പ്രഷർ ഇൻ സിലിണ്ടർ എ ആൻഡ് സിലിണ്ടർ ബി. എ ആൻഡ് ബി എന്നീ രണ്ട് വാതക സിലിണ്ടറുകളാണ്. എയിലുള്ള വാതകത്തെ താപനിലയിൽ മാറ്റം വരുത്താതെ ബി എന്ന സിലിണ്ടറിലേക്ക് പൂർണ്ണമായി മാറ്റുന്നു. വാതകം എ എന്ന സിലിണ്ടറിലാകുമ്പോഴും ബി എന്ന സിലിണ്ടറിലാകുമ്പോഴും മർദ്ദത്തിന് വ്യത്യാസം നോക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. സോ ബേസിക്കലി എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? വോളിയം കുറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അവിടെ എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോ എന്ന് പറയുന്ന ബോയിൽസ് ലോ ആണ്. നമ്മൾ കണ്ടു, വോളിയം കുറഞ്ഞാൽ പ്രഷർ കൂടും, അല്ലെങ്കിൽ വോളിയം കൂടുന്ന എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു, അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു. ദാറ്റ് മീൻസ് വോളിയം കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി പ്രഷർ കുറയുക എന്നാണ്. സോ ഇവിടെ വോളിയം കുറയുന്നു. അപ്പൊ എന്താണ്? കണ്ടെയ്നർ ബിയുടെ വോളിയം എന്ന് പറയുന്നത് കണ്ടെയ്നർ എയുടെ വോളിയത്തേക്കാൾ കുറവാണ്. അപ്പൊ എന്ത് സംഭവിക്കും? പ്രഷർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പ്രഷർ ഇൻ സിലിണ്ടർ ബിയിലെ പ്രഷർ എന്ന് പറയുന്നത് സിലിണ്ടർ എയിലെ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ പ്രഷർ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറയാനായിട്ട് പറ്റും? പ്രഷർ ഇൻ സിലിണ്ടർ ബി വിൽ ബി ഗ്രേറ്റർ ദാൻ പ്രഷർ ഇൻ സിലിണ്ടർ എ. പ്രഷർ ഇൻ സിലിണ്ടർ ബി വിൽ ബി ഗ്രേറ്റർ ദാൻ പ്രഷർ ഇൻ സിലിണ്ടർ എ. ഇത് ഏത് ഗ്യാസ് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, വോളിയം പ്രഷറുമായിട്ടുള്ള കണക്ഷൻ ആണ്. ഈ ലോ എന്ന് പറയുന്നത് ബോയിൽസ് ലോ. ഇവിടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ബോയിൽസ് ലോ ആണ്. ദെൻ 10 ലിറ്റർ ഓഫ് എ ഗ്യാസ് കെപ്റ്റ് ഇൻ എ സിലിണ്ടർ അറ്റ് 2 atmospheric പ്രഷർ. 2 atmosphere മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 10 ലിറ്റർ വാതകത്തെ താപനിലയിൽ വ്യത്യാസമില്ലാതെ 20 ലിറ്റർ വ്യാപ്തമുള്ള മറ്റൊരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായി മാറ്റിയാൽ പുതിയ മർദ്ദം എത്രയായിരിക്കും? സോ എന്താണ്? കീപ്പിംഗ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ദിസ് 10 ലിറ്റർ ഗ്യാസ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫേർഡ് ടു എ 20 ലിറ്റർ സിലിണ്ടർ. വാട്ട് ഈസ് എ ന്യൂ പ്രഷർ? സോ നമുക്കറിയാം ബോയിൽസ് ലോ അനുസരിച്ച് P1 V1 ഈക്വൽ ടു P2 V2 ആണ്. സോ ഇനിഷ്യലി എത്രയാണ്? ഇനിഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 2 atmosphere. അപ്പൊ നമുക്ക് P1 എന്ന് കൊടുത്താൽ, P1 എന്ന് പറയുന്നത് 2 atmosphere ആണ്. 2 atmospheric പ്രഷറിൽ വോളിയം എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. ദെൻ അത് നമ്മൾ 20 ലിറ്റർ സിലിണ്ടറിലേക്ക് മാറ്റുന്നു. ഇപ്പൊ എന്താ? പുതിയ വോളിയം എന്ന് പറയുന്നത് 20 ലിറ്റർ ആണ്. അപ്പോഴുള്ള പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു P2. കറക്റ്റാ? അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട P2 ആണ്. P2 ഈക്വൽ ടു വാട്ട്? P1 V1 ഡിവൈഡ് ബൈ V2 എന്ന് എഴുതാനായിട്ട് പറ്റും. P1ന്റെ വാല്യൂ എന്താണ്? 2 atmosphere.
കറസ്പോണ്ടിങ് വോളിയം എന്ന് പറയുന്ന 10 ലിറ്റർ ആണ്, ഡിവൈഡഡ് ബൈ ഫൈനൽ വോളിയം V2 എന്ന് പറയുന്നത് 20 ആണ്. സോ ഇതൊന്നും ക്യാൻസലായി, 2 2 ക്യാൻസലായി, ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോ പുതിയ പ്രഷർ എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ന്യൂ പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.